എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനം അല്ലെങ്കിൽ യാതൊരുത്തരത്തിലുള്ള എക്സ്പെർട്ടൈസും ഇല്ലാത്ത ഈ സ്ഥാപനത്തിന് എങ്ങനെ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ കരാർ കിട്ടും? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. അല്ല, അത് താങ്കൾ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി SFIയുടെ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടില് 84 മുതൽ 99 വരെയുള്ള 15 പേജുകളിൽ താങ്കൾ അത് വായിച്ചിട്ടുണ്ടാവും. അതില് വ്യക്തമായും പറയുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. ചോദ്യം 1, CMRL കമ്പനിയുമായി എക്സാലോജിക് സൊല്യൂഷൻസ് കരാറിൽ ഏർപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് കരാർ പ്രകാരം നൽകേണ്ടിയിരുന്നത്? മറുപടി, വീണയുടെ മറുപടി, എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു IT കൺസൾട്ടൻസി സ്ഥാപനമാണ്. CMRL കമ്പനിയുടെ IT അധിഷ്ഠിത ആവശ്യങ്ങൾക്കും സോഫ്റ്റ്വെയർ വികസനത്തിനും മാർക്കറ്റിംഗ് കൺസൾട്ടൻസിക്കുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്. ഇതൊരു പൂർണ്ണമായ ബിസിനസ് കരാറായിരുന്നു. Investigations revealed a complete lack of evidence supporting any consultancy work performed by either Exalogic or Veena. ഇതാണ് നിഗമനം. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം. അതുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞു എന്നതല്ല. അതിനുശേഷം അവരെന്തോ നിഗമനം എന്താണെന്നുള്ളതാണ് ചോദ്യം. വീണയോട് ചോദിച്ച ചോദ്യം, അതിന് വീണ നൽകിയ മറുപടി, അത് രണ്ടുമാണ് ഞാൻ വായിച്ചത്. അത് മനസ്സിലായി. ഇതിന്റെ പേരിലാണല്ലോ സമൻസ് അയച്ചിട്ടുള്ളതും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി നൽകിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണ് വെള്ളിയാഴ്ച കൂടുതൽ ഈ SFI കൊടുത്തതിനേക്കാൾ കൂടുതലായി, അതിലുപരിയായി എന്ത് വിശദീകരണമാണോ EDക്ക് വേണ്ടത്, ആ വിശദീകരണം വീണാറ്റി വെള്ളിയാഴ്ച കൊടുക്കുന്നതാണ്. ഒരു സംശയവുമില്ലാതെ പറയാം. ഈ പുറമെ ഇരുന്ന് CPMന്റെ സഹയാത്രിക തിരിച്ചു പറയുന്ന ഒന്നും വീണയ്ക്ക് വേണ്ടി ആരെങ്കിലും, എക്സാലോജിക്കിന് വേണ്ടി ആരെങ്കിലും, CMRL അവർക്ക് വേണ്ടി ആരെങ്കിലും ഒരു കോടതിയിലും നാളിതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അതായത് സേവനത്തിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയാണ് എന്ന്. ബാങ്ക് ഇടപാട് ശരിയാണ്, ബാങ്ക് ഇടപാട് തന്നെയാണ്. പക്ഷേ ഈ എന്തിനു വേണ്ടി പണം എന്ന ചോദ്യത്തിന് ഇന്നേ വരെ കൃത്യമായൊരു ഉത്തരം കോടതിയിൽ അടക്കം കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് നാണക്കേടാ. പബ്ലിക് ട്രയലിൽ അവർക്ക് അങ്ങനെ താല്പര്യമില്ല. ഏതെങ്കിലും ഇവിടെ തുറസായ സ്ഥലത്ത് നിന്ന് പറയേണ്ട കാര്യമില്ല. തനിക്കെതിരെ അന്വേഷണം വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ കോടതിയുടെ മുമ്പിൽ പോയിട്ടില്ല. അതിന്റെ ആവശ്യം അവർക്കില്ല. ഇതിലിപ്പോ ഈ എന്താണ് കോൺഫിഡൻസ് ഉള്ള സ്ത്രീയാണ്. ഒന്ന് നിർത്തണോ തന്റെ ഈ താങ്കൾ തന്നെ എത്രയോ കാലം മുൻപ് ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് പിണറായി വിജയൻ സത്യം പറയുന്നില്ല? ഏത് കേസിലാ? ലാവലിൻ കേസിൽ. അദ്ദേഹത്തിന്റെ നിലപാട് അതാണ്, പറയാനുള്ളത് പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളത്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേസിൽ അങ്ങനെ ഒരു ചോദ്യം കുറെ വർഷമായിട്ട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത് ഇതിനുശേഷം ഒരു അപ്പീൽ അനങ്ങാതെ CBI ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഒന്ന് രണ്ട് പ്രതികൾ വിടുതലാർജിയുമായി പോയപ്പോ എല്ലാ പ്രതികളെയും ഒഴിവാക്കിയ അത്ഭുതകരമായ സംഭവം നടന്ന ഒരു കോടതി ഉത്തരവാണ് ലാവ്ലിൻ കേസിൽ നടന്നിട്ടുള്ളത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ബേസിക് ചോദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ എന്ത് സേവനത്തിന് എന്നതിന് പുറത്ത് കുറെ ആളുകൾ ചാനൽ ചർച്ചയിൽ പറയുന്ന മറുപടികളല്ലാതെ അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ഈ പണം കിട്ടിയവരോ പണം കൊടുത്തവരോ നാളിതുവരെ നിയമവഴിയിൽ ശ്രമിച്ചിട്ടില്ല. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റും. വീണയാണ് പറയണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, വീണയുടെ നാവിൽ നിന്ന് വീണില്ലല്ലോ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പറയേണ്ടടുത്ത് അവർ പറയൂ. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള സ്ത്രീ ആയിട്ടുള്ള വീണ തൈക്കണ്ടിൽ 2019 മുതൽ 2026 ജൂൺ മാസം 12-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ED അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം മറുപടി പറയാം, കോൺഫിഡൻസ് അങ്ങ് തെളിയിച്ചേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ന്യായീകരിക്കില്ല മാഷെ. ഇങ്ങനെ ന്യായീകരിച്ചാണ് ഈ പാർട്ടി ഒരു പരുവാക്കുന്നത്. എന്താ പറഞ്ഞ ശരി? നിങ്ങളുടെ പാർട്ടി ഇല്ലാതാക്കപ്പെടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നാലും താങ്കൾ എന്ത് ഉറപ്പോടെ കൂടിയാ പറയുന്നത്? വീണ വെള്ളിയാഴ്ച EDയുടെ മുമ്പിൽ പോയി അങ്ങോട്ട് പോയി മറുപടി കൊടുക്കും. കേരളത്തിൽ ഏതെങ്കിലും CPM നേതാക്കൾ നിങ്ങള് ഈ 2016 ചരിത്രം അറിയാമല്ലോ പാർലമെന്റിലെ. അന്നൊന്നും ഞങ്ങളാരും ഇങ്ങനെ ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാ വീണ തൈക്കേണ്ടിൽ പിണറായി വിജയന്റെ മകള് ചെയ്യാത്ത പണിക്ക് 2,78,00,000 രൂപ മാസപ്പടി വാങ്ങിയല്ല ചോദ്യം ചോദിക്കുമ്പോ താങ്കൾ എന്തിനാ വിഷമിക്കുന്നത്? മെയ് മാസം 27-ാം തീയതി
കൈരളി ചാനൽ 2 മണിക്കൂറുള്ള ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ എന്താ എഴുതി കാണിക്കുന്നറിയോ? പിണറായി വിജയന്റെ വീട്ടില് ED റെയ്ഡ്, പ്രതിഷേധം ഇരമ്പുന്നു. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. 19,295 പേര് കണ്ടിട്ടുണ്ട്, 165 ലൈക്കും കിട്ടിയിട്ടുണ്ട്, 11-ൽ 6 പേര് നെഗറ്റീവ് കമന്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതുപോലെ തള്ളുന്നതിന്റെ കാരണം അച്ഛന് കൊടുത്ത നോക്കുകൂലി മകളുടെ അക്കൗണ്ട് വഴി അയച്ചു, അല്ലെങ്കിൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഇവർ പറയുന്നത് സേവനം കൊടുത്തിട്ടില്ല, സോഫ്റ്റ്വെയറും കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് ആനുവൽ മെയിന്റനൻസ്? എന്നെ സംശയിക്കരുത്. എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെന്ന്. എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന വീണയ്ക്ക് എന്തിനാ ആനുവൽ മെയിന്റനൻസ്? നമുക്ക് ആർക്കും മനസ്സിലാകാത്ത കുറെ ഇംഗ്ലീഷ് വാക്കും കൊണ്ട് വന്നിരിക്കുക. അതെ, നേരാമണ്ണം ഈ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവരാൻ നോക്കിയ സമയത്ത് തല്ലി പൊളിച്ച് സമരം ചെയ്തിട്ട് ഇത് എന്ത് തേങ്ങയാണെന്നറിയാതെ ചുമ്മാ ഇരുന്ന് കുറെ വാക്കുകളെടുത്ത് തട്ടിക്കൊണ്ടിരിക്കുക. ആനുവൽ മെയിന്റനൻസ്, എക്സ്പെർട്ട് ഒപ്പീനിയൻ, അത് ഇത് എന്നും പറയും. അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട. കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തുടങ്ങിയ കമ്പനിയിൽ നിന്ന് കരിമണൽ കമ്പനിക്ക് എന്ത് കൊടുത്തെന്നാ പറയുന്നത്? ഒരു ഉത്തരവില്ല. എന്നിട്ട് പറയാണ് 2026 ജൂൺ മാസം 12-ാം തീയതി EDയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് കോൺഫറൻസ് ഉള്ള പിണറായി വിജയന്റെ മകൾ വീണ സൈക്കണ്ടിൽ മറുപടി അങ്ങ് കൊടുക്കുമെന്ന്. 7 കൊല്ലം കാത്തിരുന്നു, അച്ഛന്റെ പാർട്ടിയുടെ അടിക്കൽ ഇളകി കഴിഞ്ഞു, എന്നിട്ടും പറയാ ഇനിയും കോൺഫറൻസ് ഉണ്ടെന്ന്. ദൈവത്തെ ഓർത്ത് ഈ വക തള്ളല്ലേ. കുറെ സഖാക്കന്മാരെ തല്ലും കൊള്ളിച്ച് ജയിലിലേക്ക് വിട്ടിട്ടില്ലേ? അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അവരെ കൊണ്ട് നടന്ന് പോലീസ് തെളിവെടുപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഇഷ്ടികയേറും മൊട്ടയേറും നടത്തിയതിന്. ഇനിയെങ്കിലും നിങ്ങൾ പറയും. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. MA ബേബി സമരം നടത്തിയല്ലോ, അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ആഹ്വാന പ്രകാരം സഖാക്കന്മാർ വന്ന് തല്ല് നടത്തിയല്ലോ, ED ഓഫീസ് എന്റെ മുമ്പിലേക്ക് സമരം നടത്തിയല്ലോ. നിങ്ങൾ ഇപ്പൊ പറയുന്നു പാർട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ഒരു ബന്ധമില്ലാത്ത കേസിന് എന്തിനാണ് സഖാക്കന്മാരെ 10-20 ജയിലിലേക്ക് വിട്ടത്? ഇവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാ അന്യ സംസ്ഥാനത്ത് പോയി കമ്പനി തുടങ്ങിയത്? എന്തിനാ ഈ അച്ഛന്റെ ആഫീസ് ലോക്കൽ അഡ്രസ് ആയിട്ട് കമ്പനി തുടങ്ങിയത്? ഇത് വേറെ ഏതെങ്കിലും ഒരു CPM നേതാവിന് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ കോടിയേരിക്കില്ലാത്ത നീതി എന്തിനാണ് പിണറായി വിജയൻ കൊടുക്കുന്നതെന്ന് അന്ന് ഇവർ പറഞ്ഞത് 2 കേസാണ്. ഇന്നിപ്പോ പറയുന്നു വീണയുടെ കാര്യം ഒറ്റയ്ക്ക് നോക്കിക്കോളും, പാർട്ടിയായിട്ട് ഒരു ബന്ധം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. CPM പ്രതിരോധിക്കാൻ വരുന്നില്ല, ചോദ്യം ചെയ്യുന്നതിനാ CPM പ്രതിരോധിക്കുന്നത്? ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയെ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. അപ്പൊ ഏതൊരു സംരംഭകയ്ക്ക് കാര്യത്തിൽ CPM എന്തിനു വരണം എന്നുള്ള ചോദ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരന്ന് EDയുടെ വണ്ടി തല്ലി പൊളിച്ചത്? വീണ താമസിക്കുന്ന വീട്ടിലല്ലേ വീണയുടെ ഫയലുകൾ റെയ്ഡ് ചെയ്യാൻ പറ്റുമോ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. വീണ ഓഫീസ് അഡ്രസ് ആയിട്ട് കൊടുത്ത AKG സെന്റർ റെയ്ഡ് ചെയ്യാത്തത് BJP അല്ലെങ്കിൽ ED കൊടുത്ത ഒരു ഔദാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സംസ്ഥാന സെക്രട്ടറിയോട്ട് അഖിലേന്ത്യാ സെക്രട്ടറി വരെ തെരുവിൽ സമരം ചെയ്ത് ഏതൊക്കെയോ പാവപ്പെട്ട സഖാക്കന്മാരെ കൊണ്ട് ഇഷ്ടികയേറും മൊട്ടയേറും നടത്തിച്ച് ചോർന്നൊലിക്കുന്ന കൂരെ കിടക്കുന്ന മനുഷ്യന്മാരെ ജയിലിലേക്ക് വിട്ട് വീണ തൈക്കണ്ടിലും പിണറായി വിജയനും സ്വസ്ഥമായിട്ട് 10,000 വില വാടക കൊടുക്കുന്ന വീട്ടിൽ സുഖമായിട്ട് കിടന്നു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.